الحمد لله الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور. نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد في الله حق جهاده حتى أتانا اليقين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوان والأخوات، أوصيكم ونفسي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا أول المسلمين. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ഭയപ്പെട്ടും പടച്ച റബ്ബിന്റെ വിധിവിലക്കുകൾക്ക് വിധേയമായി ജീവിതത്തെ തഖ്വയുടെ പാതയിൽ തന്നെ നിലനിർത്തിക്കൊണ്ടു പോകാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിത ഇടപാടുകളിലുടനീളം പടച്ചവന്റെ ഇഷ്ടത്തിന് പ്രഥമ പരിഗണന നൽകിക്കൊണ്ട് റൂഹ് വേർപിരിയുന്ന നിമിഷം വരെയും നിലനിന്നു പോകാൻ, അതുവഴി നാളെ മുത്തഖീങ്ങൾക്ക് അല്ലാഹു സജ്ജമാക്കി വെച്ചിട്ടുള്ള അല്ലാഹുവിന്റെ സ്വർഗ്ഗം അനന്തരമെടുക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞതിന് തൊട്ടു മുമ്പുള്ള ആഴ്ച വരെ ഏതാനും കുത്തുബകളിലൂടെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ പതിവായി അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ദീനിന്റെ നെടുന്തൂണായി പരിചയപ്പെടുത്തപ്പെട്ട അള്ളാഹുവിന് അടിമ ചെയ്യുന്ന ശാരീരികമായ ആരാധനകളിൽ ഏറ്റവും പ്രിയങ്കരമായ നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ്. നമസ്കാരം കേവലം അധര ചലനങ്ങളിലും അംഗചലനങ്ങളിലും മാത്രം പരിമിതപ്പെടാതെ അതിന്റെ സൽഫലങ്ങൾ നേടിയെടുക്കാൻ സഹായകമായ രീതിയിൽ എങ്ങനെ ആത്മചൈതന്യത്തോടു കൂടി നിർവഹിക്കാൻ കഴിയും എന്നതിനെ സംബന്ധിച്ചുള്ള വിചാരങ്ങളാണ് ഏതാനും ആഴ്ചകളായി സഹോദരി സഹോദരങ്ങളുമായി പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ആ കൂട്ടത്തിൽ നമസ്കാരത്തിൽ ഉണ്ടാകേണ്ട ഖുശൂഇനെ കുറിച്ച്, അഥവാ നമസ്കാരത്തിൽ നമുക്ക് ലഭിക്കേണ്ട അല്ലെങ്കിൽ ഉണ്ടായിരിക്കേണ്ട ഭയഭക്തിയെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ അതിനാവശ്യമായ കുറെ ഘടകങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ നമ്മൾ നമസ്കാരത്തിൽ ചെയ്യുന്നതിനെ കുറിച്ചും പറയുന്നതിനെ കുറിച്ചും നന്നായി മനസ്സിലാക്കുക എന്നതും ഖുശൂ ഉണ്ടാവാനുള്ള
ഭയഭക്തിയോടുകൂടി നമസ്കരിക്കാനുള്ള ഒരു മാർഗമായി മുമ്പ് സൂചിപ്പിക്കുകയുണ്ടായിരുന്നു. പ്രാഥമിക മദ്രസ ക്ലാസ്സുകളിൽ നമസ്കാരത്തിന്റെ അക്വാലുകളും അഫ്ആലുകളും അഥവാ നമസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്നതും ചെയ്യുന്നതുമൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും പലപ്പോഴും അവയുടെ ആശയമോ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ആന്തരാർത്ഥമോ പഠിക്കാൻ ചെറിയ പ്രായത്തിൽ നമുക്ക് അവസരം ലഭിക്കാത്തത് കൊണ്ട് പലപ്പോഴും നമ്മൾ നമസ്കാരത്തിൽ ചൊല്ലുന്നതും ചെയ്യുന്നതും എന്താണെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയാറില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് യാന്ത്രികമായ അംഗചലനങ്ങളും അതര ചലനങ്ങളുമായി നമ്മുടെ നമസ്കാരം പരിമിതപ്പെട്ടു പോകുന്നില്ലേ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. അസ്വലാത്തു മുനാജാത്തു ബൈനൽ അബ്ദി വ റബ്ബിഹി ഫൽയൻദുർ മാ യുനാജി. നമസ്കാരം എന്ന് പറയുന്നത് അടിമയും റബ്ബും തമ്മിലുള്ള സ്വകാര്യ വർത്തമാനമാണ്. ഞാനും എൻ്റെ റബ്ബും തമ്മിലുള്ള ആത്മഭാഷണമാണ്, സ്വകാര്യ സംഭാഷണമാണ് നമസ്കാരം എന്ന് പറയുന്നത്. ഫൽയൻദുർ മാ യുനാജി. അതുകൊണ്ട് നിന്റെ നാഥനുമായി നീ നടത്തുന്ന സംഭാഷണം, നിന്റെ നാഥനോട് നീ മിണ്ടിപ്പറയുന്നതും നീ ചെയ്യുന്നതുമൊക്കെ എന്താണെന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ, ശ്രദ്ധിച്ചു കൊള്ളട്ടെ എന്ന്. അപ്പോ നമസ്കാരം യാന്ത്രികമായി പോകാതെ നല്ല മനസ്സാന്നിധ്യത്തോടു കൂടി അതിന്റെ ചൈതന്യം അനുഭവിച്ചുകൊണ്ട് നമുക്ക് നിർവഹിക്കാൻ കഴിയണമെങ്കിൽ നമസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്നതും ചെയ്യുന്നതുമൊക്കെ എന്താണെന്ന് അറിഞ്ഞിരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. നിയ്യത്തോടു കൂടി നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി നമസ്കാരത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് ആദ്യം ചൊല്ലുന്നത് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ദുആഉൽ ഇഫ്തിതാഹ് ആണ്, അഥവാ പ്രാരംഭ പ്രാർത്ഥനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ദുആഉൽ ഇഫ്തിതാഹ് എന്ന നിലയിൽ പല പ്രാർത്ഥനകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ നമ്മൾ കേരളീയർ പൊതുവായി സ്വീകരിച്ചു വരുന്ന പ്രാർത്ഥനയാണ് വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറ സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥന. അറബ് നാടുകളിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം, അവിടെ പലയിടത്തും ഈ പ്രാരംഭ പ്രാർത്ഥന പല രീതിയിലാണ് അവർ നിർവഹിക്കാറുള്ളത്. അതിനൊക്കെ ഹദീസുകളിൽ പഴുതുള്ളത് കൊണ്ടുമാണ്. പക്ഷെ നമ്മൾ കേരളത്തിൽ മഹാഭൂരിപക്ഷവും ഏകദേശം ഏതാണ്ട് എല്ലാവരും എന്ന് തന്നെ പറയാം, നമ്മൾ നിർവഹിച്ചു വരുന്ന പ്രാർത്ഥന ഈ വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറ സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ എന്ന ആരംഭിക്കുന്ന പ്രാർത്ഥനയാണ്. ആകാശഭൂമികളുടെ സൃഷ്ടാവായ, ആകാശഭൂമികളുടെ നാഥനായ അള്ളാഹുവിന് നേരെ ഞാനിതാ എന്റെ മുഖം തിരിച്ചിരിക്കുന്നു. ഇതാണ് നമ്മൾ ഒന്നാമതായി കൈകെട്ടി നിന്നുകൊണ്ട് ആദ്യമായി നമ്മൾ പടച്ചവനുമായി പങ്കുവെക്കുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും നാഥനായ അള്ളാഹുവിന് നേരെ ഞാനിതാ എന്റെ മുഖത്തെ തിരിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇതിലൂടെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ദിശ എന്താണ് എന്ന് നമ്മൾ വ്യക്തമാക്കുകയാണ്. നമ്മുടെ ദിശ നമ്മൾ ശരിയാക്കുകയാണ്. എന്റെ മുന്നിലുള്ളത് ആകാശഭൂമികളുടെ നാഥനായ അള്ളാഹുവാണ്. ഇങ്ങനെ ഒരു വിചാരം, ഈ ഒരു ചിന്ത ആ വജ്ജഹത്ത് ഓതുന്ന വേളയിൽ, അതിന്റെ വചനങ്ങൾ ഉച്ചരിക്കുന്ന വേളയിൽ നമ്മുടെ മനസ്സിനെ നയിക്കാറുണ്ടോ? എന്റെ മുമ്പിൽ ഉള്ളത് ആകാശഭൂമികളുടെ നാഥനായ അള്ളാഹുവാണ്, അഥവാ ഞാൻ നിൽക്കുന്നത് പ്രപഞ്ചത്തിന്റെ നാഥനായ പടച്ചവന്റെ മുന്നിലാണ്. എന്റെ ലക്ഷ്യം അള്ളാഹുവാണ്, എന്റെ പ്രതീക്ഷ ആ പടച്ചവനിലാണ്. ആ അള്ളാഹുവിലേക്കാണ് ഞാൻ എന്റെ മുഖം തിരിച്ചിരിക്കുന്നത്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറ സമാവാതി വൽ അർള്. അവൻ ആകാശഭൂമികളുടെ മുഴുവനും ഉടമയാണ്. ആ ആകാശഭൂമികളുടെ മുഴുവനും ഉടമയായ, അതിന്റെ മുഴുവനും നിയന്ത്രകനായ, അതിന്റെ മുഴുവനും റബ്ബായ നാഥനായ അള്ളാഹുവാണ്. ആ അള്ളാഹുവാണ് എന്റെ റബ്ബ്. ആ റബ്ബ് എന്ന് പറയുന്നത് ആകാശലോകത്തിന്റെ മാത്രം റബ്ബല്ല. ഫത്തറ സമാവാതി വൽ അർള്, ആകാശങ്ങളുടെ മാത്രം നാഥനല്ല, ഭൂമിയുടെയും നാഥനാണ്. വഹുവ ഫിസ്സമാഇ ഇലാഹുൻ വഫിൽ അർളി ഇലാഹ്. ഏതൊരു അല്ലാഹുവാണോ ആകാശ ലോകത്ത് ഇലാഹായിട്ടുള്ളവൻ, അവൻ തന്നെയാണ് ഭൂമിയിലും ഇലാഹാകാൻ അർഹതയുള്ളവൻ. അഥവാ ആകാശത്തെ മാത്രം ഇലാഹല്ല, മറിച്ച് ഭൂമിയിലും അവൻ തന്നെയാണ് എന്റെ ഇലാഹ്. അവന്റെ കൽപ്പനകൾ തന്നെയാണ് ഭൂമിയിലും പുലരേണ്ടത്. ആ റബ്ബിന്റെ മുന്നിലാണ് ഞാൻ കൈകെട്ടി നിൽക്കുന്നത്. ഹനീഫൻ മുസ്ലിമൻ, രണ്ട് പ്രയോഗങ്ങളാണ്. ഹനീഫൻ മുസ്ലിമൻ, ഒന്നാമതായി ഞാൻ ഋജുമാനസനാണ്, ഞാൻ നേരെ ചൊവ്വെ നോക്കുന്നവനും ചിന്തിക്കുന്നവനുമാണ്. മുസ്ലിമൻ, ഞാൻ എന്റെ ജീവിതത്തെ പടച്ചവന് കീഴ്പ്പെടുത്തിയവനാണ്, അള്ളാഹുവിന് കീഴ്പ്പെട്ടവനാണ് ഞാൻ.
പ്രിയമുള്ളവരെ, ചരിത്രത്തിൽ ഹനീഫ് എന്ന് വിളിക്കപ്പെട്ടത് മഹാനായ ഖലീലുല്ലാഹി ഹസ്രത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ്. നമ്മൾ ആവർത്തിച്ചിങ്ങനെ പറയുന്നുണ്ടല്ലോ, ഹനീഫൻ മുസ്ലിമൻ, ഞാൻ ഹനീഫാണ്, ഞാൻ മുസ്ലിമാണ്. ആരാണ് ഹനീഫ്? എന്താണ് ഹനീഫ്? ഹനീഫ് എന്ന വാക്ക് നമ്മളെടുത്ത് പരിശോധിച്ചാൽ ആ വാക്കിന് തഫ്സീറുകളിൽ നമ്മൾ കാണുന്നത് സത്യത്തിലേക്ക് തിരിഞ്ഞവൻ എന്നാണ്. സത്യത്തിലേക്ക് തിരിഞ്ഞവൻ. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഉജ്ജ്വലമായ പ്രതീകമായിരുന്നു ആ മഹാനായ പ്രവാചകനെ നമുക്ക് കാണാൻ സാധിക്കും. ലോകം മുഴുവൻ അസത്യത്തിന്റെ പാതയിലാണെങ്കിലും, ലോക ജനത മുഴുവനും അധർമ്മത്തിന്റെ പാതയിലാണെങ്കിലും, ലോകത്തിന്റെ പൊതുവായ ഒഴുക്കിൽ നിന്നും മാറി, ലോകത്തിന്റെ പൊതുവായ ഒഴുക്കിൽ നിന്നും തെറ്റി നേരായ മാർഗത്തിൽ, അഥവാ സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും പാതയിൽ, നീതിയുടെയും നേരിന്റെയും പാതയിൽ അള്ളാഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് സഞ്ചരിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് വിപ്ലവകാരിയായ പ്രവാചകൻ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാമിനെ ഹനീഫ് എന്ന വിശേഷണം വിശുദ്ധ ഖുർആൻ നൽകിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഹനീഫാണ് ഞാൻ. പ്രിയമുള്ളവരെ, നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നിന്നുകൊണ്ട് ഈ പ്രാർത്ഥന വിടുമ്പോൾ ആ വിശേഷണത്തിന്, ഹനീഫ് എന്ന വിശേഷണത്തിന് അർഹനാണ് ഞാനും നിങ്ങളും എന്നാണല്ലോ നമ്മൾ പ്രഖ്യാപിക്കുന്നത്. ലോകം മുഴുവനും പടച്ചവരിൽ നിന്ന് മുഖം തിരിച്ചാലും ഞാൻ അള്ളാഹുവിലേക്ക് മാത്രമേ എന്റെ മുഖത്തെ തിരിക്കുകയുള്ളൂ. ലോക ജനത മുഴുവനും ഒന്നടങ്കം അധർമ്മത്തിന്റെ വഴിയിലാണ് സഞ്ചരിക്കുന്നതെങ്കിലും ഞാൻ ധർമ്മത്തിന്റെ വഴിയെ സഞ്ചരിക്കുകയുള്ളൂ എന്ന ആർജവമുള്ള പ്രഖ്യാപനമാണ് ഹനീഫൻ മുസ്ലിമൻ എന്ന് നമ്മൾ പറയുന്നതിലൂടെ നമ്മൾ നടത്തുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ഒരിക്കലും തന്നെ പടച്ചവരിൽ പങ്കു ചേർക്കുന്നവരിൽ പെട്ടവനല്ല. എന്റെ ലക്ഷ്യം അല്ലാഹുവാണ്, എന്റെ ദിശയും അല്ലാഹുവാണ്, എന്റെ പ്രചോദനവും പടച്ചവനാണ്, എന്റെ പ്രതീക്ഷയും പടച്ചവരിൽ മാത്രമാണ്. ഇന്ന സ്വലാത്തി വനുസുക്കി, എന്റെ നമസ്കാരം, എന്റെ ബലി, എന്റെ എല്ലാ ആരാധനാ കർമ്മങ്ങളും, വ മഹിയായ, എന്റെ ജീവിതം മുഴുവനും, വ മമാത്തി, എന്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ പ്രപഞ്ചത്തിന്റെ മുഴുവനും നാഥനായ പടച്ചവനുള്ളതാണ്. എന്റെ ജീവിതവും എന്റെ മരണവും പടച്ചവനുള്ളതാണ് എന്നാണ് നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ സമ്മതിക്കുന്നത്. എന്താണ് നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ, റബ്ബിന്റെ മുമ്പിൽ വിനീത വിധേയരായി കൈകെട്ടി നിന്നുകൊണ്ട് സമ്മതിച്ചു പറയുന്നത് എന്ന് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും ശരിക്കും ചിന്തിക്കണം. ജീവിതത്തെ ഒരേകമായിട്ടാണ്, ജീവിതത്തെ ഒന്നായിട്ടാണ് ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ദുനിയാവിൽ നമുക്ക് ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. ഈ ദുനിയാവിൽ നമുക്ക് ജനനം മുതൽ മരണം വരെയുള്ള ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ജനനത്തോടുകൂടി ആരംഭിച്ച് മരണത്തോടുകൂടി അവസാനിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ ദുനിയാവിലെ ജീവിതം, ഈ ഐഹിക ജീവിതം എന്ന് പറയുന്നത്. ആ ജീവിതത്തെ പലതാക്കി പകുത്തു മാറ്റാൻ കഴിയാത്ത, പലതാക്കി പകുത്ത് പലർക്കും പങ്കുവെച്ചു കൊടുക്കാൻ കഴിയാത്ത ഒരേകമായിട്ടാണ് ജീവിതത്തെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ജീവിതം ജനനത്തോടുകൂടി ആരംഭിച്ച് മരണത്തോടുകൂടി അവസാനിക്കുന്ന ഈ ഐഹിക ജീവിതം ഒരൊറ്റ അച്ചുതണ്ടിൽ കെട്ടിപ്പടുക്കേണ്ടതാണ് എന്നാണ് പടച്ച റബ്ബ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ ജീവിതം ഒരൊറ്റ ആദർശത്തിൽ കെട്ടിപ്പടുക്കേണ്ടതാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ആ അച്ചുതണ്ട് എന്ന് പറയുന്നത്, ആ ആദർശം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കേണ്ട, നമ്മുടെ ജീവിതം എല്ലാ രംഗങ്ങളിലും കടന്നു പോകുന്ന മുഴുവൻ മേഖലകളിലും കെട്ടിപ്പടുക്കേണ്ട ആ ആദർശം എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആദർശമാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലെ ഹ്രസ്വമായ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ ഒന്നിലധികം ആദർശങ്ങൾ അവർക്ക് ഉണ്ടാകേണ്ടതില്ല, ഉണ്ടാകാൻ പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആദർശത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരാൾക്ക് ജീവിതം എന്ന ഏകകത്തെ പടച്ചവന് സമർപ്പിക്കാതിരിക്കാനും കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അഥവാ ജീവിതത്തെ പലതാക്കി പകുത്തു മാറ്റി അങ്ങനെ പലർക്കായി പലവിധ ആദർശങ്ങളായി പങ്കുവെക്കാനും പലവിധ ആദർശങ്ങൾക്കായി പങ്കുവെക്കാൻ ഒരു മുഅ്മിനിന് സാധ്യമല്ല എന്ന് പ്രിയമുള്ളവരെ നമ്മൾ തിരിച്ചറിയണം. ജീവിതത്തിൽ ആരാധനകൾ എന്ന് പറയുന്ന ഒരു മേഖല, അത് പടച്ചവന് വിട്ടുകൊടുക്കാം. അത് മതപരമായ രംഗമാണ്, അതെന്റെ മതകീയ ജീവിതമാണ്. എന്നാൽ എന്റെ ജീവിതത്തിലെ മറ്റു പല വിഷയങ്ങളും ഉണ്ടല്ലോ. എന്റെ കുടുംബ ജീവിതം, എന്റെ സാമൂഹ്യ ജീവിതം, എന്റെ സാമ്പത്തികവും എന്റെ രാഷ്ട്രീയപരവുമായ ഒരുപാട് വശങ്ങൾ എന്റെ ജീവിതത്തിലുണ്ടല്ലോ. ഈ വശങ്ങളൊന്നും ഞാൻ അള്ളാഹുമായി ബന്ധപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ വശങ്ങളെയൊന്നും പടച്ചവനുമായി ബന്ധപ്പെടുത്തേണ്ട കാര്യവും എനിക്കില്ല. അവിടെയൊക്കെ ഞാൻ കുറെ നോ എൻട്രി ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുകയാണ്. അങ്ങനെ പടച്ചവനും പ്രവാചകനും പരിശുദ്ധ ഖുർആനും ഒക്കെ പ്രവേശനം നിഷേധിക്കപ്പെട്ട
ഒരുപാട് ജീവിതത്തിന്റെ മേഖലകൾ എനിക്കുണ്ടെങ്കിൽ ഞാൻ എന്റെ ജീവിതത്തെ ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശത്തിന്റെ അച്ചുതണ്ടിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും. എന്റെ വിവാഹം, എന്റെ കുട്ടികൾ, എന്റെ കുടുംബം, എന്റെ സമ്പത്ത്, എന്റെ കൃഷി, എന്റെ കച്ചവടം, എന്റെ തൊഴിൽ, എന്റെ രാഷ്ട്രീയം, എന്റെ സാമൂഹ്യ ഇടപാടുകൾ, അതൊക്കെ എനിക്ക് തോന്നിയതുപോലെ, എനിക്കിഷ്ടമുള്ളതുപോലെ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ആദർശങ്ങൾക്കനുസരിച്ച്, മറ്റേതെങ്കിലും ഇസങ്ങൾക്കനുസരിച്ച്, മറ്റേതെങ്കിലും വ്യവസ്ഥിതികൾക്കനുസരിച്ച്, മറ്റാരുടെയെങ്കിലും ആശയങ്ങൾക്കനുസരിച്ച് എനിക്ക് കൊണ്ടുപോകാവുന്നതാണ് എന്ന കാഴ്ചപ്പാട് പ്രിയമുള്ളവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ആദർശമായി അംഗീകരിച്ചിട്ടുള്ള പരിശുദ്ധ ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്ന് നമ്മൾ അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കണം. പ്രവാചകരെ പ്രഖ്യാപിക്കുക ഇന്ന സ്വലാത്തി വനുസുക്കി, എന്റെ നമസ്കാരവും എന്റെ മറ്റെല്ലാ ആരാധനാ കർമ്മങ്ങളും എപ്രകാരം പടച്ചുറപ്പിന് മാത്രമുള്ളതാണോ അപ്രകാരം എന്റെ ജീവിതവും എന്റെ മരണവും വമഹിയായ വമമാതി, എന്റെ ജീവിതവും എന്റെ മരണവും അതേ അള്ളാഹുവിന് മാത്രമുള്ളതാണ്. ഓരോ ദിവസവും 5 നേരം അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ച് നടത്തുന്ന നമ്മുടെ പ്രതിജ്ഞയാണിത്. പടച്ചവനോട് നമ്മൾ ചെയ്യുന്ന പ്രതിജ്ഞയാണിത്. പ്രിയമുള്ളവരെ, നാനും നിങ്ങളും ഈ പ്രതിജ്ഞയോട് പൊരുത്തപ്പെടുന്ന ജീവിതമാണോ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഇടപ്പൊക്കെ നമ്മൾ നമ്മെ തന്നെ പരിശോധിച്ച് നോക്കണം, വളരെ ശാന്തമായി. അങ്ങനെ നമ്മുടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് തന്നെ മനസ്സിലാകും ജീവിതത്തെ പൂർണ്ണമായി പടച്ചവന് സമർപ്പിക്കാൻ നമ്മളിൽ പലർക്കും ഇനിയും സാധ്യമായിട്ടില്ല എന്ന്. പടച്ചവനും പ്രവാചകനും പരിശുദ്ധ ഖുർആനും നമ്മുടെ ജീവിതത്തിലെ ചെറിയ ഒരു ഭാഗത്ത് മാത്രമേ നമ്മൾ ഇനിയും പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ എന്ന് നമുക്ക് തന്നെ ബോധ്യപ്പെടും. അള്ളാഹും റസൂലും ജീവിതത്തിലെ ചെറിയൊരു ഭാഗത്ത് മാത്രമേ ഇടപെടേണ്ടതുള്ളൂ എന്ന് നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണോ എന്ന് വളരെ ശാന്തമായി പരിശോധിച്ച് നോക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ബാക്കി വരുന്ന മേഖലകളിലും അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾ അനുസരിക്കണം നിങ്ങൾ എന്ന് പറയുമ്പോൾ, ജീവിത ഇടപാടുകളെ മുഴുവനും നിയന്ത്രിക്കുന്ന ദർശനമാണ്, ആദർശമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ പറയുമ്പോൾ ആശ്ചര്യത്തോടു കൂടി പലരും ചോദിക്കുകയാണ്, ഇത് മതരാഷ്ട്രീയമല്ലേ എന്ന്. അപ്പോഴും സമുദായം വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, മഹിയായ എന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് റബ്ബിനുള്ളതാണ് എന്ന് നമ്മൾ പറഞ്ഞു പ്രഖ്യാപിച്ചാൽ പിന്നെ എന്താണ് അതിൽ പെടാത്തതായി നമുക്കുള്ളത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. ജീവിതത്തിന്റെ ഭാഗമല്ലാത്ത എന്താണ് നമുക്കുള്ളത്? ബാക്കി വരുന്നത് മരണം മാത്രമല്ലേ ഉള്ളൂ. മമാത്തി, എന്റെ മരണവും അഥവാ ജീവിതവും മരണവും പടച്ചവന് നൽകിയവർ. ലാ ശരീക ലഹു, ഇതിലൊന്നും തന്നെ അള്ളാഹുവിനൊരു പങ്കുകാരുമില്ല. ജീവിതത്തിന്റെ ഒരു മേഖലയിലും പടച്ച തമ്പുരാൻ അല്ലാത്തവർക്ക് ഞാൻ ഒരു പങ്കും, അള്ളാഹുവിന്റെ അധികാരങ്ങൾ, അവന്റെ അവകാശങ്ങൾ, അവന്റെ ഹുക്കൂക്ക്, അവന്റെ ദാത്തിലും സിഫത്തിലും അവന്റെ ഹുക്കൂക്കിലും പടച്ചവനല്ലാത്ത ഒരു ശക്തിക്കും ഒരു സൃഷ്ടിക്കും ഞാൻ വകവെച്ചു കൊടുക്കുകയില്ല എന്ന് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നവരാണ്. അതിനാണ് നമ്മൾ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്, അതിനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അന മിനൽ മുസ്ലിമീൻ, എല്ലാ അർത്ഥത്തിലും ഞാൻ അള്ളാഹുവിന് സമർപ്പിക്കപ്പെട്ടവനാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിച്ച് നോക്കുക. ഈ പ്രതിജ്ഞ പടച്ചവനുമായി പങ്കുവച്ചതിന് ശേഷമാണ് നമസ്കാരത്തിന് തുടർന്നുള്ള നിർബന്ധമായ കർമ്മങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നത്. ഈ പ്രാരംഭ പ്രതിജ്ഞയുടെ പ്രഖ്യാപനമുണ്ടല്ലോ, അതിനെക്കുറിച്ച് ഒന്നുകൂടി നമ്മൾ ആലോചിക്കണം. ഈ പ്രതിജ്ഞയോട് പൊരുത്തപ്പെടാത്ത ജീവിത ഇടപാടുകളെ പൊളിച്ചെഴുതിക്കൊണ്ട് ഹനീഫായ ജീവിതത്തെ കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. പരിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിച്ചാൽ 10 സ്ഥലത്ത് ഖുർആൻ ഹനീഫ് എന്ന പദം വന്നിട്ടുണ്ടെങ്കിൽ അതിൽ 8 മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമുമായിട്ടാണ് അത് ബന്ധപ്പെടുത്തിയിട്ടുള്ളത്. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം ജീവിതം മുഴുവനും പടച്ചവന് സമർപ്പിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു. ജീവിതത്തെ മതപരമെന്നും മതേതരപരമെന്നും വേർതിരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമല്ല ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം നയിച്ചത്. ഒരേ സമയം ആസറിന്റെ വിഗ്രഹ പൂജയെയും നമ്രൂദിന്റെ അധികാരത്തെയും ചോദ്യം ചെയ്ത ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന് പറഞ്ഞാൽ ആസറിന്റെ വിഗ്രഹാലയത്തിലേക്ക് മാത്രമല്ല, നമ്രൂദിന്റെ കൊട്ടാരത്തിലേക്കും ലാ ഇലാഹ ഇല്ലല്ലാഹുമായി കടന്നു ചെന്ന പ്രവാചകനാണ് ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആ അർത്ഥത്തിൽ ജീവിതം കടന്നു പോകുന്ന ഇടങ്ങളിലൊക്കെയും മതപരമെന്നോ മതേതരമെന്നോ വ്യത്യാസമില്ലാതെ, ഭൗതികമെന്നോ ആത്മീയമെന്നോ വേർതിരിവുകളില്ലാതെ
ജീവിതത്തെ പടച്ചവനും പടച്ചവന്റെ ഇഷ്ടത്തിനും അവന്റെ ദീനിനും പരിശുദ്ധ ഖുർആനിനും വിട്ടുകൊടുക്കാനുള്ള സന്നദ്ധതയാണ് പ്രിയമുള്ളവരെ ഈ പ്രാരംഭ പ്രാർത്ഥനയിലൂടെ നമ്മൾ പടച്ചവന്റെ മുമ്പിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രാരംഭ പ്രതിജ്ഞയ്ക്ക് ശേഷം നമ്മൾ ഫാത്തിഹയിലേക്കാണ് പിന്നീട് കടക്കുന്നത്. ഉമ്മുൽ ഖുർആൻ, ഖുർആനിന്റെ മാതാവ്. ലാ സ്വലാത്ത ലിമൻ ലം യഖറഅ ബി ഉമ്മിൽ ഖുർആൻ. ഫാത്തിഹ അഥവാ ഉമ്മുൽ ഖുർആൻ ഓതാത്തവന് നമസ്കാരമില്ല. എല്ലാ റക്അത്തുകളുടെയും ആരംഭത്തിലും സൂറത്തുൽ ഫാത്തിഹ ഓതണമെന്നാണ്. ചില സന്ദർഭങ്ങളിൽ ഇമാമിനെ പിന്തുടർന്നുകൊണ്ട് നമസ്കരിക്കുന്ന ചില സന്ദർഭങ്ങളിൽ മാത്രമാണ് അതിന് ഇളവുകൾ നൽകപ്പെട്ടിട്ടുള്ളത്. നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ എന്തിനാണ് നമസ്കാരത്തിലെ എല്ലാ റക്അത്തുകളിലും ഫാത്തിഹ ഓതണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത് എന്ന്? ഒരുപാട് കാരണങ്ങൾ അതിന് നമുക്ക് കാണുവാൻ സാധിക്കും. ഫാത്തിഹ ഉമ്മുൽ ഖുർആനാണ് എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ മാതാവാണ്. പരിശുദ്ധ ഖുർആനിലെ മുഴുവൻ ആശയങ്ങളുടെയും ആകത്തുകയാണ്, അല്ലെങ്കിൽ അതിന്റെയൊക്കെ സാരാംശമാണ് സൂറത്തുൽ ഫാത്തിഹ. ഖുർആനിക ആശയങ്ങളുടെ ഒരു സംക്ഷിപ്ത സമാഹാരം എന്ന് വേണമെങ്കിൽ നമുക്ക് ഫാത്തിഹയെ കാണാൻ സാധിക്കും. 7 ആയത്തുകൾ മാത്രമേ സൂറത്തുൽ ഫാത്തിഹയുള്ളൂ. ഇത് ഖുർആന്റെ മൊത്തം ആശയങ്ങളുടെ ഒരു സംക്ഷിപ്ത സമാഹാരമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് പരിശുദ്ധ ഖുർആനിലെ ആശയങ്ങൾ എന്ന് പറയുന്നത്? ഈ മഹാപ്രപഞ്ചത്തിലെ നിരവധി വസ്തുക്കളിലേക്ക് പരിശുദ്ധ ഖുർആൻ നമ്മളെ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്. ആകാശഭൂമികൾ, വാരാവാരങ്ങൾ, പർവ്വതങ്ങൾ തുടങ്ങി നിരവധി വസ്തുക്കൾ, അതിന്റെ എല്ലാം നാഥൻ അള്ളാഹുവാണ് എന്ന് പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ചു പറയുന്ന ഒരു സംഗതിയാണ്. ഖുർആനിന്റെ ഉള്ളടക്കത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം അതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നത് പ്രതിനിധീകരിക്കുന്നത് അതിനെയാണ്. പ്രപഞ്ചനാഥനായ ലോകരക്ഷിതാവായ റബ്ബിനാണ് എല്ലാ സ്തുതികളും. മറ്റൊന്ന്, അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച പരാമർശങ്ങൾ ഖുർആനിന്റെ മറ്റൊരു ഉള്ളടക്കമാണ്. മനുഷ്യനും മറ്റു ജന്തുജീവജാലങ്ങൾക്കുമൊക്കെ എന്തൊക്കെ നന്മകൾ, എത്രമാത്രം അനുഗ്രഹങ്ങൾ, എത്രമാത്രം കാരുണ്യം, ഔദാര്യങ്ങൾ, സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത് എന്നതിന്റെ വിശദീകരണം പരിശുദ്ധ ഖുർആനിന്റെ ഉള്ളടക്കത്തിന്റെ ഭാഗമാണ്. അപ്പൊ പടച്ചറബ് സൃഷ്ടിജാലങ്ങളോടുള്ള അതിരുകളില്ലാത്ത കാരുണ്യത്തിന്റെ ഉടമയാണ്. അർ റഹ്മാൻ അർ റഹീം എന്നത് പ്രതിനിധീകരിക്കുന്നത് അതിനെയാണ്. മൂന്നാമത്തേത്, പരലോകത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ, പരലോകവുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണങ്ങളും വിശദാംശങ്ങളും പരിശുദ്ധ ഖുർആനിന്റെ മൂന്നാമത്തെ വിഷയമാണ്. പരലോകവുമായി പ്രത്യക്ഷമായോ പരോക്ഷമായോ ബന്ധമില്ലാത്ത, പരാമർശമില്ലാത്ത ഒരു പേജ് പോലും ഒരുപക്ഷെ പരിശുദ്ധ ഖുർആനിൽ ഉണ്ടായിരിക്കില്ല. ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പും പ്രതിഫലത്തെക്കുറിച്ച് സന്തോഷ വാർത്തകളും സ്വർഗത്തിന്റെ വിശദാംശങ്ങളും വിശദീകരണങ്ങളും. മാലിക് യൗമിദ്ദീൻ, പ്രതിഫലനാഥന്റെ നാളിന്റെ നാഥനാണ് അവൻ. മനുഷ്യനും പടച്ചവനും തമ്മിലുള്ള ബന്ധം, മനുഷ്യനും പടച്ചവനും തമ്മിലുള്ള ബന്ധത്തിന്റെ താല്പര്യങ്ങൾ, അള്ളാഹുവിനും മനുഷ്യർക്കും ഇടയിലുള്ള ഇടപാടുകൾ നാലാമത്തെ ഖുർആനിന്റെ കണ്ടന്റാണ്. പ്രപഞ്ചത്തിലുള്ള എണ്ണമറ്റ സൃഷ്ടിജാലങ്ങളിൽ നിന്നും മനുഷ്യനെ വേർതിരിച്ചു നിർത്തുന്നത്, അതിന്റെ താല്പര്യം, എങ്ങനെയുള്ള ബന്ധമാകണം അടിമയും ഉടമയും റബ്ബും അടിമയും തമ്മിൽ ഉണ്ടാകേണ്ടത്. അഞ്ചാമതായി വിശുദ്ധ ഖുർആനിലെ അഞ്ചാമത്തെ ഉള്ളടക്കം എന്ന് പറഞ്ഞിരിക്കുന്നത് മനുഷ്യന് ആവശ്യമായിട്ടുള്ള നിയമനിർദ്ദേശങ്ങളാണ്. നാളെ പാരത്രിക ജീവിതത്തിൽ ഖേദത്തിനിടയിൽ വരാത്ത വിധം അള്ളാഹു നൽകിയിട്ടുള്ള ആയുസ്, പടച്ചവൻ നൽകിയിട്ടുള്ള സൗകര്യങ്ങൾ, അള്ളാഹു നൽകിയിട്ടുള്ള ആരോഗ്യം, പടച്ചവൻ നൽകിയിട്ടുള്ള ജീവിതം, ഇതൊക്കെ എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്നതിനെ കുറിച്ചുള്ള ആ വെളിപ്പെടുത്തലിനെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളാണ്. ആറാമതായി പരിശുദ്ധ ഖുർആനിൽ പിന്നെ നമ്മൾ കാണുന്നത് വിവിധ കാലഘട്ടങ്ങളിൽ ചരിത്രത്തിൽ മനുഷ്യാരംഭം മുതൽ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ജീവിച്ച മനുഷ്യരുടെയും മനുഷ്യ നാഗരികതകളുടെയും ഒക്കെ ഉത്ഥാന പതനങ്ങളുടെ അഥവാ വിജയ പരാജയങ്ങളുടെ ചരിത്രമാണ്. അതിൽ തന്നെ അനുഗ്രഹീതരായ വ്യക്തികളും സമൂഹങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ പടച്ചവന്റെ കോപത്തിനിരയായ അബദ്ധ സഞ്ചാരത്തിന് അടിപ്പെട്ട വഴികേടിലായി പോയ വ്യക്തികളെ കുറിച്ചുള്ള സമൂഹങ്ങളെ കുറിച്ചുമുള്ള വിവരണങ്ങളുമുണ്ട്. സുറാത്തല്ലദീന അൻഅംത അലൈഹിം എന്ന് പ്രതിനിധീകരിക്കുന്നത് ആദ്യം പറഞ്ഞ അനുഗ്രഹീതരായ ആളുകളെ സംബന്ധിച്ചാണ്. വൈരിൽ മഗ്ദൂബി അലൈഹിം, പടച്ചവന്റെ ഗളബിന് പാത്രമായി തീർന്ന ആളുകൾ. അപ്പൊ ചരിത്രത്തിൽ കടന്നുപോയ ആ രണ്ട് വിഭാഗം ജനത്തെയും ജനസമൂഹങ്ങളെയും കുറിച്ചുള്ള പരാമർശങ്ങൾ. പ്രിയമുള്ളവരെ, ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് പരിശുദ്ധ ഖുർആൻ എന്ന് വരുമ്പോ ഈ ഉള്ളടക്കങ്ങളുടെ എല്ലാം സാരാംശങ്ങളെ കേവലം 7 ആയത്തുകളിൽ സമാഹരിച്ചിരിക്കുകയാണ്
സൂറത്തുൽ ഫാത്തിഹയിൽ പടച്ചുറപ്പ് ചെയ്തിട്ടുള്ളത്. നമ്മൾ മഞ്ഞ് കാലഘട്ടങ്ങളിൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പോ ഈ പറമ്പിലുള്ള പുൽക്കൊടിയുടെ അറ്റത്ത് മഞ്ഞുതുള്ളി തൂങ്ങിക്കിടക്കുന്നത് കാണാൻ സാധിക്കും. ആ മഞ്ഞുതുള്ളിയിലേക്ക് നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ, വളരെ സൂക്ഷിച്ചുകൊണ്ട് ആ മഞ്ഞുതുള്ളിയിലേക്ക് നോക്കിയാൽ നമ്മുടെ ചുറ്റുപാട് മുഴുവനും ആ മഞ്ഞുതുള്ളിയിൽ നമുക്ക് പ്രതിഫലിച്ച് കാണാൻ കഴിയും. ഇതുപോലെ സൂറത്ത് ഫാത്തിഹയിൽ വിശുദ്ധ ഖുർആനിന്റെ മുഴുവൻ ഉള്ളടക്കവും സംക്ഷേപിച്ചിരിക്കുകയാണ്. അതാണ് ഉമ്മുൽ ഖുർആൻ, ഖുർആനിന്റെ മാതാവ്. അതുപോലെ തന്നെ സൂറത്ത് ഫാത്തിഹ ഒരു പ്രാർത്ഥന കൂടിയാണ്. അതുകൊണ്ട് സൂറത്തു ദുആ എന്ന അർത്ഥം കൂടി സൂറത്ത് ഫാത്തിഹയ്ക്കുണ്ട്. മറ്റൊരു പേര് കൂടിയുണ്ട്, സൂറത്തു ദുആ. സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ പടച്ചവനുമായി പങ്കുവെക്കുന്ന പരമപ്രധാനമായ ദുആയാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, പടച്ചവനെ നീ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകണമേ എന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥനക്കുള്ള മറുപടിയായിട്ട് വേണമെങ്കിൽ നമുക്ക് വിശുദ്ധ ഖുർആനെ കാണാൻ സാധിക്കും. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, പടച്ചവനെ നീ ഞങ്ങൾക്ക് നേരായ വഴി കാണിച്ചു തരണം, ഞങ്ങളെ നീ നേരായ വഴിയിലാക്കണം. ഫാത്തിഹയ്ക്ക് ശേഷം നമ്മൾ സൂറത്തുൽ ബഖറയിലേക്ക് കടന്നാൽ ബാബുൽ ഖുർആൻ എന്നൊരു പേര് കൂടി സൂറത്ത് ഫാത്തിഹയ്ക്കുണ്ട്, ഖുർആനിലേക്കുള്ള പ്രവേശന കവാടം. ആ പ്രവേശന കവാടത്തിലൂടെ നമ്മൾ ഖുർആനിലേക്ക് വന്നാൽ പിന്നെ നമ്മൾ എത്തുന്നത് സൂറത്തുൽ ബഖറയിലാണ്. അത് ആരംഭിക്കുന്നത് അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഹുദൽ ലിൽ മുത്തഖീൻ, നിങ്ങൾ ആവശ്യപ്പെട്ട ആ മാർഗരേഖ, നിങ്ങൾ ആവശ്യപ്പെട്ട ആ മാർഗരേഖ, തഖ്വയോടുകൂടി ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഹുദയാണ് ഈ ഖുർആൻ, ഹുദയാണ് ഈ ഖുർആൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന നിങ്ങളുടെ പ്രാർത്ഥന, ഹുദൽ ലിൽ മുത്തഖീൻ എന്ന പടച്ചവന്റെ മറുപടി, നാം അള്ളാഹുവിനോട് ആവശ്യപ്പെട്ട ഹുദയാണ്. അതിന്റെ വിശദീകരണങ്ങളും അതിന്റെ വിശദാംശങ്ങളുമാണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്നത്. അങ്ങനെ ഖുർആനിലൂടെ നമ്മൾ സൂറത്തുൽ ബഖറയിലൂടെ കടന്നു വന്ന് ഓരോ അധ്യായങ്ങളിലൂടെയും കടന്നുപോയി അവസാനം നമ്മൾ സൂറത്തുൻ നാസിലെത്തുമ്പോൾ 114-ാമത്തെ അധ്യായത്തിലെത്തുമ്പോൾ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ്, അല്ലേ? പടച്ചവനെ ഞാൻ നിന്നോട് ഹുദ ചോദിച്ചു, ഞാൻ നിന്നോട് സന്മാർഗം ചോദിച്ചു, നീ എനിക്ക് ഹുദ നൽകി, ഞാൻ നിന്റെ ഹുദ വായിച്ചു, പഠിച്ചു, ഉൾക്കൊണ്ടു. ഇനി ഈ ഹുദയനുസരിച്ച് ജീവിക്കുന്നതിൽ നിന്നും എന്നെ തടയാൻ ശ്രമിക്കുന്ന, എന്നെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന, എന്നെ ഈ ഹുദയുടെ സബീലിൽ നിന്നും തടയാൻ സാധ്യതയുള്ള മനുഷ്യരിലും ജിന്നുകളിലും പെട്ട സകലത്തിനെ തൊട്ടും ജനങ്ങളുടെ നാഥനായ, ജനങ്ങളുടെ രാജാവായ, ജനങ്ങളുടെ ഇലാഹായ അല്ലാഹുവേ നീ എന്നെ കാത്തുകൊള്ളണമേ എന്ന പ്രാർത്ഥനയാണ് സൂറത്തുൻ നാസ്, അല്ലെ? പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിച്ച് നോക്കൂ, എത്ര മനോഹരമായിട്ടാണ് ഖുർആൻ അതിന്റെ ഉള്ളടക്കങ്ങളെ കൂട്ടിയിണക്കിയിരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ വിനീത വിധേയരായി കൈകെട്ടി നിന്നുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മുടെ ഇഹപര ജീവിതത്തിലെ ഏറ്റവും അനിവാര്യമായ ഒരു ആവശ്യമാണ് റബ്ബിന്റെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം മറ്റെല്ലാ അനുഗ്രഹങ്ങളെക്കാളും അപ്പുറത്താണ്. ജീവിതത്തിൽ നമുക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന സകല അനുഗ്രഹ സൗഭാഗ്യങ്ങളെക്കാളും പരമപ്രധാനമായതാണ് ഹുദയുടെ സബീലിൽ സഞ്ചരിക്കാൻ സാധിക്കുക എന്നത്. ആ ഹുദയാണ് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത്. ആ ഹുദയുടെ മാർഗത്തിലേക്ക് എന്നെ വഴി നടത്തേണമേ എന്നാണ് അള്ളാഹു പറയുന്നത്, അള്ളാഹുവിനോട് ചോദിക്കുന്നത്. ഹുദൽ ലിൽ മുത്തഖീൻ, നിങ്ങൾക്ക് അള്ളാഹുവിനെ അനുസരിച്ച് അവന് കീഴ്പ്പെട്ട് അവന് വിധേയമായി ജീവിക്കാൻ തയ്യാറുള്ളവർക്ക് ഇതാ എന്റെ ഭാഗത്തുള്ള ഹുദ, സന്മാർഗം, വിശുദ്ധ ഖുർആന്റെ ഉള്ളടക്കം. അത് പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് അതനുസരിച്ച് ജീവിക്കാൻ തീരുമാനിച്ച മനുഷ്യൻ പിന്നീട് തന്നെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന പ്രലോഭനങ്ങളായും പ്രകോപനങ്ങളായും ഭീഷണികളായും പല വിധത്തിലുള്ള മോഹന വാഗ്ദാനങ്ങൾ നൽകിയും ഈ ഹുദയുടെ സബീലിൽ നിന്നും നമ്മെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന പിശാചിനെതിരിൽ പടച്ചവനോട് സഹായം തേടുന്നതാണ് ഖുർആനിന്റെ അവസാനം നമ്മൾ കാണുന്നത്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത് പരിശുദ്ധ നമസ്കാരത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു, പ്രാരംഭ പ്രാർത്ഥന നമ്മൾ നിർവഹിച്ചു, സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ഓതുമ്പോ നല്ല മനസ്സാന്നിധ്യത്തോടു കൂടി എന്താണ് ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിൽ ആവശ്യപ്പെടുന്നത്, ആരുടെ വഴിയാണ് എനിക്ക് ആവശ്യമായിട്ടുള്ളത്, നേരത്തെ കടന്നുപോയ, അല്ലെ, സുറാത്തല്ലദീന അൻഅംത അലൈഹിം എന്ന് പറയുമ്പോ നമ്മുടെ മുമ്പിലേക്ക് തെളിഞ്ഞു വരണം. അംബിയ മുർസലുകൾ ആ ചങ്ങലയിലെ ആദ്യ കണ്ണിയാണ്. അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് സിറാത്തുൽ മുസ്തഖീമിലൂടെ സഞ്ചരിച്ച കാഫിലയിലെ പ്രഥമ കണ്ണി അവരാണ്, അംബിയ മുർസലുകൾ. പിന്നീട് സുദ്ദീഖീങ്ങളുണ്ട്, ശുഹദാക്കളുണ്ട്, സ്വാലിഹീകളുണ്ട്. അവരുടെയൊക്കെ വഴി തന്നെയാണ് പടച്ചവനെ എനിക്ക് വേണ്ടത്. അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടും അനുഗ്രഹീതരായി പോയില്ല എന്ന് മാത്രമല്ല,
അഭിശബ്ദരായി പോകേണ്ടി വന്ന പരമ നിർഭാഗ്യവാന്മാരുടെ വഴി എനിക്ക് വേണ്ട. അത് എന്റെ ഐഹിക ജീവിതം എത്ര സമ്പന്നമാക്കിയാലും ആ വഴി എനിക്ക് ആവശ്യമില്ല. കുറച്ച് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും കുറെ മുള്ളുകളും മൂർഖൻ പാമ്പുകളും ഒക്കെ ഉണ്ടെങ്കിലും ശാരീരികവും മാനസികവും കുടുംബപരവും സാമ്പത്തികവും ഒക്കെയായ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ നിന്റെ സ്വർഗത്തിൽ എത്തിക്കുന്ന നിന്റെ അംബിയാ മുർസലുകൾ സഞ്ചരിച്ച ആ സുറാത്തുൽ മുസ്തഖീമിലൂടെ തന്നെ റബ്ബേ എന്നെയും വഴി നടത്തണം. ഇത് ഒരു പ്രാർത്ഥനയായി മാത്രം പരിമിതപ്പെടേണ്ടത് പ്രിയമുള്ളവരെ, ഇത് ഒരു നിലപാടായി തീരണം. നമുക്ക് ഇതൊരു നിലപാടായി തീരണം. ജീവിതത്തിന്റെ സകല മേഖലകളിലും പടച്ചവന്റെ ഹൃദയമനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള നിശ്ചയദാർഢ്യവും ഉറച്ച തീരുമാനവും നമുക്കുണ്ടാകണം. അതോടൊപ്പമാണ് നമ്മൾ പടച്ചവനോട് ഈ ആവശ്യം ഉണർത്തേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വ തആല ജീവിത ഇടപാടുകളിൽ ഉടനീളം അള്ളാഹുവിന്റെ തൃപ്തിക്കനുസരിച്ച് മുന്നോട്ട് പോകുന്ന, ജീവിതത്തെ പടച്ചവന് വിട്ടുകൊടുക്കുന്ന മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞതുപോലെ അസ്ലംതു ലി റബ്ബിൽ ആലമീൻ, ഞാനിതാ എന്റെ നാഥൻ എന്നെ സമർപ്പിച്ചിരിക്കുന്നു, എന്റെ റബ്ബിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത ജീവിതമാണ് എന്റേത്. എനിക്ക് എന്റെ ജീവിതത്തെ പലതാക്കി പകുത്ത് പലർക്കും പങ്കുവെച്ചു കൊടുക്കേണ്ട ഒരു ഗതികേട് എനിക്കില്ല. ഞാൻ ഉൾക്കൊള്ള എന്റെ ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ആദർശം എന്റെ ജീവിതം മുഴുവനും പടച്ചവനും അവന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാൻ പ്രാപ്തമാണ്, പര്യാപ്തമാണ് എന്ന തിരിച്ചറിവിലൂടെ മുന്നോട്ട് പോകാൻ റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.